ബിഷപ്പാണ് ബിഷപ്പ് ബെന്നി വർഗീസ് ഇടത്തട്ടെ. ഞങ്ങൾ ഇന്നിവിടെ ഇന്ത്യയുടെ അതിർത്തിയിൽ ഇറ്റാനഗർ രൂപതയുടെ കീഴിലുള്ള മെച്ചുക സെൻറ് തോമസ് ചർച്ചിൽ നമ്മുടെ മിഷൻ ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ ബ്ലെസ്സിങ് ചെയ്യാനായിട്ട് പിതാവ് ഞങ്ങളുടെ ഒപ്പം വന്നതാണ്. വിശുദ്ധ ബലി അർപ്പിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്ലെസ്സിങ് തന്നു. വന്ന എല്ലാവർക്കും ബ്ലെസ്സിങ് തന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പിതാവിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ഇത് തുടങ്ങുക എന്ന് വെച്ചാൽ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് തൃശ്ശൂർ രൂപതയും എൽറോയ് പ്രയർ മിനിസ്ട്രിയും കരുതുന്നത്. ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ പ്രത്യേകം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, പിതാവ് വന്നാൽ അത്രയും കാര്യമായി തന്നെ സന്തോഷപൂർവ്വം സ്വീകരിക്കണം, അതുപോലെ ബ്ലെസ്സിങ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം, കഴിഞ്ഞ വർഷവും തന്നെ പിതാവ് ഞങ്ങൾ വന്ന ആലോമിൽ വന്നിരുന്നു, ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് പ്രത്യേകം തന്നു. അത് വലിയ സന്തോഷമാണ്. എൽറോയ് പ്രയർ മിനിസ്ട്രിക്ക്, ഞങ്ങളുടെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് വലിയ സന്തോഷമാണ്. പിതാവിൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് നേർന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പ്രത്യേകം പിതാവ് ആശീർവദിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാത്തിനും പിതാവിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇറ്റാനഗർ രൂപതയ്ക്കും ഈ അരുണാചൽ പ്രദേശിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ആത്മായർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുക. തൃശ്ശൂർ അതിരൂപതയിൽ നിന്നും എൽറോയ് പ്രയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ജോർജ് അച്ഛനും, ജോർജ് അച്ഛൻ സീമയിൽ സഭയിൽപ്പെട്ട അച്ഛനാണ്, തൃശ്ശൂർ പ്രോവിൻസിലെയാണ്. അതുപോലെ തന്നെ മിസ്റ്റർ ജോർജിനും ഡേവിസ് ചേട്ടനും അതുപോലെ പ്രിൻസിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവദിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും അതിർത്തിയിൽ കിടക്കുന്ന ഒരു ഇടവകയാണ് മെച്ചുക്ക എന്ന ഒരു ഗ്രാമം. ആ ഇടവകയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് വചന ശുശ്രൂഷ പറയുവാനായിട്ടും അതുപോലെ തന്നെ ഈ റിട്രീറ്റ് ഇവിടെ എല്ലാവർക്കും നൽകുവാനുമായിട്ട് വന്നിരിക്കുന്നതാണ്. ജോർജ് വന്നിരിക്കുന്ന 10ാമത്തെ തവണയാണ് ഇറ്റാനഗർ എന്ന രൂപതയിൽ വന്നിരിക്കുന്ന 10ാമത്തെ തവണ വന്നിരിക്കുന്നതാണ് മിസ്റ്റർ ജോർജ്. ഡേവിസ് 3 തവണ ഇപ്പോൾ ഞങ്ങളുടെ രൂപതയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ 3 തവണയും ഇവിടെ വന്നു കഴിഞ്ഞ് പല ഇടവകകളിലും പോയി സുവിശേഷം അറിയിക്കുകയും അതുപോലെ വചനം മറ്റുള്ളവർക്ക് പങ്കുചെയ്യുകയും ചെയ്യുന്ന ഈ എൽറോയ് മിനിസ്ട്രിക്ക് എല്ലാ ആശീർവാദങ്ങളും നൽകുന്നു, അനുഗ്രഹങ്ങളും നൽകുന്നു. മിശിഹ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇറ്റാനഗർ രൂപതയെയും അതുപോലെ ഇറ്റാനഗർ രൂപതയിലുള്ള സേവനമനുഷ്ഠിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കണമേ എന്ന് മാത്രമാണ് ഞാൻ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇറ്റാനഗർ രൂപതയിൽ 54 ഇടവകകളുണ്ട്. ഈ 54 ഇടവകകളായി 515ഓളം ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ ദേവാലയങ്ങളിൽ പല സഭയിലുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും അവരെ കഴിയുന്ന രീതിയിൽ സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ കേരളത്തിനെ സമീപിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ 2 ഇരട്ടി വലിപ്പമുള്ള ഒരു രൂപതയാണ് ഇറ്റാനഗർ എന്ന രൂപത. ഭൂപ്രകൃതിയാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തന്നെയും ഒത്തിരി സ്നേഹമുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞങ്ങൾ സേവനമനുഷ്ഠിക്കുന്നത്. 104ഓളം ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അരുണാചൽ എന്ന സംസ്ഥാനം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മെച്ചുക്ക എന്ന സ്ഥലത്താണ്. ഇവിടെ റാമോസ്, തഗിൻസ്, ബോറി, ബൊക്കാർ എന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലാണ് ഈ വരുന്ന 3 ദിവസം സുവിശേഷം അറിയിക്കുവാനായിട്ട് പോകുന്നത്. അതിനുശേഷം താത്തോ എന്ന് പറയുന്ന ഇടവകയിലേക്ക് അവർ പോകും. അവിടെ ഉള്ള ആളുകളുടെ ബോറോ, ബൊക്കാർ, റാമോസ്, തഗിൻസ് ആൻഡ് നിഷി എന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ്. അവിടെ നിന്ന് അവർ പോകുന്നത് ആലോ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കായിരിക്കും. അവിടെയും സുവിശേഷം അറിയിച്ചതിന് ശേഷം തിരിച്ച് ടൂട്ടിങ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകും. അതും ഇന്ത്യയുടെ ഏറ്റവും അതിർത്തിയിൽ കിടക്കുന്ന ഒരു ഇടവകയാണ്. അവിടെയും CMI സഭയിലുള്ള അച്ഛന്മാരാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഭോപ്പാൽ പ്രോവിൻസിൽ നിന്നുള്ള അച്ഛന്മാരുടെ 12 വർഷത്തെ സേവനത്തിൻ്റെ പരിശ്രമമായി അവിടെയുള്ള ഒത്തിരി ജനങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു. എല്ലാവർക്കും യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ കൂടി ഓർക്കണമേ. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഇറ്റാനഗർ രൂപതയെയും അതുപോലെ തന്നെ മിയാ എന്ന രൂപതയും ഈ 2 രൂപതകളെയും ചേർത്ത് പിടിച്ച്
ദൈവത്തിൻ്റെ അടുക്കിലേക്ക് സമർപ്പിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ശിമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.